എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. ക്യാപ്റ്റൻ മില്ലർ. യെസ്, ക്യാപ്റ്റൻ മില്ലറിന്റെ ഒഫീഷ്യൽ ട്രailer എത്തിയിട്ടുണ്ട്. ത്രില്ലിലായിരുന്നു. ത്രില്ലിൽ ചോദിക്കണ്ട, കാണാം. അല്ല, ചോദ്യം കൊണ്ട് വരും, കാണണ്ടേ? ഓക്കെ. 2 മിനിറ്റും 55 സെക്കൻഡും 3 മിനിറ്റിന് അടുത്ത് സിനിമേന്റെ പോലെ തന്നെ. അപ്പൊ കാണാം. ഓക്കെ. മഴയോ? வெள்ளக்காரன் கண்ணுக்கு கொள்ளக்காரன். உன்ன மாதிரி நானும் ஒரு கொலைகாரனா இருந்திருந்தா அவனை நானே கொன்னுருப்பேன். எனக்கு அவ சாகணும். கெட்டவனை கொண்டு இருக்க நல்லவனா தானே இருப்பேன். ஊர்க்காரன் கண்ணுக்கு துரோகி. உண்மையிலே நீ யாரு? நீ யாரு, உனக்கு என்ன வேணுங்கிறத பொறுத்து நான் யாருங்கிறது மாறும். The village and the temple will now become British property. Mining will soon begin, and we will find out exactly what lies beneath. You believe devil? I am the devil, and you will call me. Captain Miller. பசியோடு சுற்றிட்டு இருக்கிற ஒரு சிங்கத்துக்கு ஒரு இறை கிடைக்கிது. அதை எப்படியாவது தூக்கிட்டு போயிடலான்னு ஒரு கழுத புலி கூட்டமே அலையுது. அப்போது அந்த இறைய ஓனாய் தூக்கிட்டு போனால் என்ன ஆகும்? സൂപ്പറാണ്. 12-ാം തീയതി വേറെ ലെവല് സാധനം കേട്ടോ. എന്തായിരുന്നു, പൊങ്കലല്ലേ? പൊങ്കൽ തൂത്തു. എൻ്റെ അമ്മോ, രക്ഷയില്ലാട്ടോ. ഇത് ശരിക്കും ഭീകര ഹൈപ്പിൽ വരേണ്ട സാധനം തന്നെ കേട്ടോ. ഉണ്ടല്ലോ, അതിൻ്റെതായ ഹൈപ്പ് ഉണ്ട്. ഉള്ളത് അതിന്റെ പകുതി ഉള്ളൂ എനിക്ക് തോന്നുന്നു. എനിക്ക് കണ്ടിട്ട് ഇത് അത്ഭുതമായിട്ട് തോന്നുന്നു. എന്തോ ചെയ്തു വെച്ചേക്കുന്നത് മേക്കിങ്ങില് ഭീകരമാട്ടോ. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ഷോട്ടും ഓരോ ഫ്രെയിമും. അതും ധനുഷ് എന്ത് ഗംഭീരമായിട്ടല്ലേ ആളെ മേക്ക് ഓവർ ഒക്കെ വരുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. മാത്രല്ല ഇതിലേ, അതായത് ആ ചെറിയ ഒരു മെലിഞ്ഞ പയ്യനല്ല, ശരിക്കും ഒരു മാസമായിട്ട് കുറച്ച് ആദ്യത്തെ ആ താടി ഇല്ലാണ്ട് കാണിക്കുന്നതിനകത്ത് മാത്രമേ ഉള്ളൂ കുറച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് മെലിഞ്ഞതായിട്ട് പഴയ ധനുഷായിട്ട് തോന്നുന്നത്. അത് കുറച്ച് മുമ്പായിട്ടുള്ള ചെറുപ്പം കാണിക്കുന്നത്. അതിനുശേഷം വരുന്ന താടി കൊളത്തിട്ട് വരുന്ന എന്താണ് ആ മറ്റേ പൗഡറല്ല, വൈറ്റ് പൊടിയൊക്കെ ഇട്ടിട്ട് ഭീകര സാധനം. അയ്യോ, ഉണ്ടാവൂല കേട്ടോ സിനിമ. എനിക്ക് തോന്നുന്നു ഇത് ഇവര് 3 മിനിറ്റ് കട്ട് ചെയ്തെന്ന് പറഞ്ഞില്ലേ സെൻസറിങ്. ഇതിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കാണാനുണ്ട് ട്രെയിലറിൽ തന്നെ വയലൻസ്. അപ്പൊ അവര് കട്ട് ചെയ്തതിനും വലിയ ഇതൊന്നും ഉണ്ടാവൂല കേട്ടോ സത്യമായിട്ടും. അതായത് ഇതിന്റെ ക്ലൈമാക്സിൽ നിന്ന് 4 മിനിറ്റ് 7 സെക്കൻഡ് അങ്ങനെ എത്രയും കണ്ട 4:21 അങ്ങനെ എത്ര 4 മിനിറ്റ് എന്തായാലും ഉണ്ട്. അത്രയും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ക്ലൈമാക്സിൽ നിന്ന് മാത്രം. അത് കാരണം വയലൻസ് കാരണം. ഈ ട്രെയിലറോ
ഫുൾ വയലൻസ് കൊണ്ട് വയലൻസ്. അതിന്റെ കട്ടിങ്സ് കണ്ടോ, ആ ഓരോ വെടിയും ഓരോ എന്താ ഫയറിങ്ങിനും ഓരോ കട്ടിങ് വരുന്നത്, മാറി മാറി വരുന്ന വിഷ്വലാണെങ്കിലോ ഗംഭീരമുണ്ട്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ ബ്രിട്ടീഷുകാരായിട്ടുള്ള ഇതും കൂടി വരുമ്പോ അതിന്റെ എഫക്റ്റ് ഒന്ന് വേറെ തന്നെയാ. അത് ആള് അതിൽ നിന്നായിരുന്നു ആദ്യം അവർക്ക് വേണ്ടിയിട്ടായിരുന്നു വർക്ക് ചെയ്തത്. അതിനുശേഷം അവർക്കെതിരെ പോരാടുന്നതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അതില് ഡോക്ടർ ശിവരാജ്കുമാർ അതിലുണ്ട്. അപ്പോൾ ആളിതില് ആളുടെ ചേട്ടനായിട്ടാണ്. അപ്പൊ ആള് അവിടെ ആ ഭാഗത്താ. ആളെ ഇതിനകത്ത് കാണിച്ച ഭാഗത്ത് ആള് സാധാരണ നോർമൽ ഡ്രസ് ഇട്ട് അമ്മേന്റെ കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന അത് ആ ഒരു സാധനം മാത്രമേ ആളെ കണ്ടിട്ടുള്ളൂ. ആള് മറ്റേ ഒരു കണ്ണില്ല, ഒരു കണ്ണ് മറ്റേ ഇത് ഇട്ടിട്ടല്ല വന്നിരുന്നത്. അത് ശിവരാജ്കുമാർ അല്ലേ? അല്ല, നമ്മൾ ആദ്യം ഇതിലുള്ളതല്ല ഞാൻ ചോദിച്ചത്. ഇതല്ലാണ്ട് പോസ്റ്ററുകൾ ഒരു കണ്ണും ഒരൊറ്റ കണ്ണും വെച്ചിട്ടല്ലേ വരുന്നത്. ആ ഒരു കണ്ണ് ഒരു ബ്ലാക്ക് തുണി വെച്ചിട്ട് നമ്മൾ എന്നിട്ട് അന്ന് പറഞ്ഞിട്ടുണ്ട്, കൊള്ളക്കാരൊക്കെ വരുന്ന പോലത്തെ ഒരു സാധനം. ആ ഒരു സാധനമൊക്കെ വെച്ചിട്ട് അതും എനിക്ക് തോന്നുന്നു ഇതിനകത്ത് എപ്പോഴോ വന്ന് പോകുന്ന പോലെ ഒരു തോന്നിയിട്ടുണ്ട്. അറിഞ്ഞൂടാ, അത് അങ്ങനെയുള്ള ഒരു ടീം തന്നെ ഉണ്ടാവും ചിലപ്പോ. അത് നയിക്കുന്ന ആളായിരിക്കും ശിവരാജ്കുമാർ എന്ന കഥാപാത്രം. അതിന് പിന്നിലുള്ള എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് അതില് ചിലരെ എന്താ കണ്ണ് കെട്ടിയുള്ള രീതി കണ്ടു. എന്തായാലും ഗംഭീരമായിട്ടുള്ള ട്രെയിലറാ, സൂപ്പർ ട്രെയിലർ. ഇതിന്റെ പ്രതീക്ഷ കുറച്ച് കൂടുതലായില്ലേ? ഇത് എനിക്കല്ലെങ്കിലും നല്ല പ്രതീക്ഷ ഒന്നാമത് വേറെ ഒന്നും കൊണ്ടല്ല, ധനുഷ് സെലക്ട് ചെയ്യുന്ന സബ്ജക്റ്റുകളൊക്കെ ഒരു രക്ഷ ഉണ്ടാവില്ല. അത് കുറച്ച് നാളുകളായിട്ട് ഇടയ്ക്ക് 1-2 പോയിട്ടുണ്ടെങ്കിലും പക്ഷെ എന്നാലും ഭയങ്കര സബ്ജക്റ്റുകളൊക്കെ ഭയങ്കര രസമായിരിക്കും. അത്ര ഭീകരമായിട്ടുള്ളത് ചെയ്യും, അതെ, എങ്ങനെ വേണേലും ചെയ്യും. എന്തായാലും പ്രിയങ്ക മോഹനാണ് ഇതില് നായികയായിട്ട് വരുന്നത്. ആള് ആദ്യം എല്ലാത്തിനും പേടിച്ച് നിൽക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു. പിന്നീട് ശേഷം ഫയർ ചെയ്യുന്നൊരു സീന് കാണിക്കുന്നുണ്ട്. എനിക്ക് പിന്നെ മറ്റേ സാധനം വെച്ച് ഫയർ ചെയ്യണ സമയത്തുള്ള അതിന്റെ എഫക്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അത് ശരിക്കും നമുക്ക് മനസ്സിലാവും. അതായത് പുറകിലേക്ക് ഇങ്ങനെ പോയിട്ട് തിരിച്ചു മുന്നിലേക്ക് വരുന്ന സാധനം. അല്ലെങ്കിൽ ഉണ്ടല്ലോ സാധാരണ നിൽക്കുകയാണെങ്കിൽ ഒരൊറ്റ അവിടെ നിന്ന് മാത്രമേ ഉള്ളൂ, ഒരനക്കം പോലും ഉണ്ടാവില്ല. ഇത് ശരിക്കും അത് യൂസ് ചെയ്യുമ്പോ എങ്ങനെയാണോ സംഭവിക്കുന്നത് അത് അതേപോലെ തന്നെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അത്ര ഗംഭീരമായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഒരു വീടിന്റെ ഉള്ളിലേക്ക് പോയിട്ട് വെടിവെക്കുന്ന അതൊക്കെ ആരും എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ കാര്യത്തിന് എടുത്തിട്ട് എല്ലാത്തിനും കൂടെ ഒരുമിച്ച് പൊട്ടിക്കാണ്. ലാസ്റ്റ് കൊണ്ടുവന്ന ഷോട്ടല്ലേ കൂട്ടിയിട്ടിട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഒരു നല്ല വൈബ് തരുന്ന സാധനം തന്നെ ആയിരിക്കും. സത്യം ഒരു അഡാറ് സാധനം തന്നെ ആയിരിക്കും കേട്ടോ. എന്തായാലും 3-4 ലുക്കിലുണ്ടെന്ന് തോന്നുന്നു ധനുഷ് അല്ലേ? അതെ, ഒന്ന് മുടി ഇത്രയായിട്ട് താടിയുള്ളത്, അതായത് ആ മുഖത്ത് പൊടിയായിട്ടുള്ള രീതിയിൽ കാണിച്ചില്ലേ, ഒരു പൗഡർ പോലെ വെളുത്ത അതൊന്ന്. പിന്നെ അതിനുശേഷം ആ ഫൈറ്റിൽ നമ്മൾ ടീസറിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ഓ എൻ്റെ അമ്മോ, അതൊരു ഭീകര ലുക്കാട്ടോ. കുറച്ചും കൂടി താടി നീട്ടിയിട്ട് ഹെയറും കുറച്ചുകൂടി നീട്ടിയിട്ട് കെട്ടി വെച്ചിട്ടുള്ള രീതി. പിന്നെ ആള് മില്ലറായിട്ട് രീതിയിലുള്ള അതായത് ഇവരുടെ ഇതിന് മുൻപുള്ള ടീസറിന് മുമ്പുള്ള എന്താ കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നല്ലോ അതിന്റെ. അതിന് ടീസറിലായിരുന്നോ അതോ അനൗൺസ്മെന്റ് വീഡിയോ ഉണ്ടായിരുന്നു അതിന്? ഏതായിരുന്നു? അതായത് 3-4 ലുക്കിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് അനൗൺസ്മെന്റ് അല്ലേ? അനൗൺസ്മെന്റ് വീഡിയോയിലാണ്, ടീസറിൽ വന്നിട്ടില്ല. എന്താ ഇപ്പൊ എന്നൊക്കെ പറഞ്ഞു, ഇപ്പൊ 12-ാം തീയതി ഇപ്പം എനിക്ക് തോന്നുന്നു കേറി കൊളത്തും ഉറപ്പായിട്ടും. അതായത് അയലാനും ക്യാപ്റ്റൻ മില്ലറുമാണ് തമിഴിൽ നിന്ന് വരുന്നത്. 12-ന് വരുന്നത്. മറ്റതും ഉണ്ട്, മിഷൻ ചാപ്റ്റർ 12 തന്നെ. അപ്പൊ 3 സിനിമയാണ് തമിഴിൽ നിന്ന് വരുന്നത് അല്ലെ? അതും നല്ല സാധനം. അതും ട്രെയിലർ നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ട്രെയിലർ കണ്ടപ്പോ അതും പക്ക ഒരു ആക്ഷൻ പാക്കാണ് ആ സിനിമ. അപ്പം ഇതിനകത്ത് കുറച്ചെന്ന് പറഞ്ഞ അയലാനാണുള്ളത്. മറ്റ് എന്താ പറയാ ഇങ്ങനത്തെ ഒരു കാറ്റഗറി അല്ലാതെ പോണത് ഒരു നോർമൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമയായിട്ട് വരുന്നത് അയലാൻ മാത്രമേ ഉള്ളൂ. തോന്നുന്നു കൊളത്താൻ പോകുന്നത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇത് തന്നെ. പ്രത്യേകിച്ച് വയലൻസും നല്ല ഫൈറ്റ് രംഗങ്ങളൊക്കെ, പിന്നെ ധനുഷും കൂടെ ആയതുകൊണ്ട് ഒരു എന്താ പറയാ അധികം നെഗറ്റീവ് അല്ലെങ്കിൽ വരാത്ത ഒരാളാണ്. ഹേറ്റേഴ്സ് ഇല്ലാത്തൊരു നടനാണ് ധനുഷ്. ആ ഒരു കാര്യത്തിൽ ശിവകാർത്തികനും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ, ഹേറ്റേഴ്സ് കുറവുള്ളതാണ്. എന്താണെങ്കിലും നോക്കാം ആര് വിൻ ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. എല്ലാം നല്ല സിനിമകൾ തന്നെയാണ്, എല്ലാം സൂപ്പർ ആവട്ടെ. കാരണം വേറെ ഐറ്റംസ് അതാ പറയാ, 3ഉം വ്യത്യസ്തമായിട്ടുള്ള സിനിമകളാണ്. അപ്പൊ 3ഉം ഹിറ്റാണ്. എന്തായാലും അന്നത്തെ ദിവസം നമ്മൾ എന്തായാലും ക്യാപ്റ്റൻ മില്ലറും അയലാനും എന്തായാലും തകർക്കും. പിന്നെന്താ, അതിനകത്തൊന്നും ഒരു സംശയമില്ല. ഇത് ഗുണ്ടൂർ
പിന്നെ നമ്മുടെ നാട്ടിലുണ്ടാവും, ഇവിടെ ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, അടുത്ത ദിവസം ദൂരെ പോയിട്ട് കാണും. അതെ, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും താരക അപ്പൊ പോയല്ലേ, പേരിനെന്താ, ഞങ്ങൾ എന്തായാലും ടീസറാണോ അതാണോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നി? ഇത് തന്നെ. ഒരു സംശയം അതിനകത്തൊക്കെ ഇപ്പൊ ചോദിക്കാറുണ്ടോ? ഇത് തന്നെ, ഒരു സംശയമില്ല. എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ. ബൈ.